എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 1-ാമത്തെ സർഗത്തിലെ 79 മുതൽ 86 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇവിടെ അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഈ സർഗം അവസാനിക്കുമ്പോൾ വൃത്തം മാറുന്ന ഒരു ശ്ലോകമുണ്ട്, ബാക്കിയൊക്കെ അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണ്. ഇവിടെ ശ്രീരാമൻ അറിഞ്ഞു ഹനുമാനും കൂട്ടരും തെക്കൻ ദിക്കിലേക്കുള്ള യാത്ര നടത്തിയെന്നും അതിൽ ഹനുമാൻ ലങ്കയിൽ ചെന്നിട്ട് സീതയെ കണ്ടു എന്നുള്ള കഥയൊക്കെ അതൊക്കെ ശ്രീരാമന് മനസ്സിലായി. ഇനി അടുത്തത് സീതയെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സുഗ്രീവനാണല്ലോ അതിന് കൂട്ടായിട്ട് വന്നിരിക്കുന്നത്. അവരൊരുമിച്ച് സമുദ്രത്തിൻ്റെ തീരത്തേക്ക് പോയി പിന്നെ കടൽ കടന്ന് ലങ്കയിലെത്തുന്ന കഥയൊക്കെയാണ് പറയാൻ പോണത്. നമുക്ക് ആദ്യം 79-ാമത്തെ ശ്ലോകം നോക്കാം. തതസുഗ്രീവസഹിതോ ഗത്വാ തീരം മഹോദധേഃ സമുദ്രം ക്ഷോഭയാമാസ ശരൈരാദിത്യസന്നിഭൈഃ. ഇങ്ങനെ കഥയൊക്കെ അറിഞ്ഞ് വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയ ശ്രീരാമൻ സുഗ്രീവനോട് കൂടിയിട്ട് അതിനുശേഷം രാമൻ എന്തു ചെയ്തു? സുഗ്രീവസഹിതോ രാമ, സുഗ്രീവനോട് കൂടിയവനായിട്ടുള്ള ആ രാമൻ മഹോദധേഃ തീരം ഗത്വാ, മഹോദധി രാമേശ്വരത്തിനടുത്തുള്ളതായ കടൽ, ആ കടലിൽ ചെന്നിട്ട്, കടലിൻ്റെ സമീപത്ത് ചെന്നിട്ട്, അതാണ് മഹോദധേഃ തീരം ഗത്വാ, രാമേശ്വരത്തേക്ക് ചെന്നിട്ട് ഈ കടലിൻ്റെ സമീപത്ത് തീരത്ത് വന്ന് നിന്നിട്ട് ആദിത്യസന്നിഭൈഃ ശരൈഃ സമുദ്രം ക്ഷോഭയാമാസ, സമുദ്രത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് സമുദ്രത്തിനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച ഒരു അണ കെട്ടാനുള്ളൊരു അതിനുള്ളൊരു സൗകര്യമൊരുക്കി തരണം, അനുവദിക്കണം എന്ന് വിചാരിച്ചിട്ട്, അതിനു വേണ്ടിയിട്ടാണ്, അനുവദിക്കണമെന്ന് വരുണൻ്റെ അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ 3 ദിവസം തപസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്, ധ്യാനിച്ചു എന്ന്. പക്ഷെ വരുണൻ വന്നില്ല എന്ന് കണ്ടപ്പോൾ ശ്രീരാമൻ അത്യധികം കുപിതനായിട്ട് തൻ്റെ കയ്യിലുള്ളതായ അഗ്നി തുല്യമായിട്ടുള്ള ആ അസ്ത്രം പ്രയോഗിച്ചാൽ ആ കടലിലെ വെള്ളം മുഴുവനും വറ്റിപ്പോവും, അത്രയ്ക്ക് ശക്തമായിട്ടുള്ള അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ ആരംഭിച്ചു. അതാണ് അഗ്നിയല്ല, ആദിത്യന് തുല്യമായിട്ടുള്ള, അതാണ് ആദിത്യസന്നിഭൈഃ ശരൈഃ, ആദിത്യന് തുല്യമായിട്ടുള്ള, സൂര്യന് തുല്യമായിട്ടുള്ള അസ്ത്രങ്ങളെ കൊണ്ട് സമുദ്രം ക്ഷോഭയാമാസ, സമുദ്രത്തെ ഒന്ന് പേടിപ്പിച്ചു, തിളച്ചു. അതായത് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയാൽ കുറച്ച് കഴിഞ്ഞാൽ വറ്റിപ്പോവും. അപ്പോൾ ഈ അസ്ത്രങ്ങൾ ചെന്നപ്പോൾ കടൽ മുഴുവനും തിളച്ചു മറിയാൻ തുടങ്ങി. വലിയ താമസമില്ലാതെ കടലില്ലാതെയാവുമെന്ന് മനസ്സിലാക്കിയപ്പോൾ വരുണൻ, അപ്പോഴാണ് ശ്രീരാമൻ്റെ വീര്യവും ശൗര്യവും ഒക്കെ മനസ്സിലായത്. വേഗം തന്നെ വരുണൻ വന്ന് അതിനുള്ള അനുമതി കൊടുക്കുകയാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. ദർശയാമാസ ചാത്മാനം സമുദ്രസരിതാംപതി സമുദ്രവചനാച്ചൈവ നളം സേതുമകാരയത്. അതേസമയം ആ തിളച്ചു മറിഞ്ഞു എന്ന് കണ്ടപ്പോഴേക്കും ശ്രീരാമനെ പേടിച്ചുകൊണ്ട് വരുണൻ വരികയാണ്. അതാണ് സരിതാംപതി, സമുദ്ര, സരിത്തുക്കളുടെ പതിയായിട്ടുള്ള നദികളുടെയൊക്കെ ഭർത്താവായിട്ടാണ് സമുദ്രത്തിനെ പറയണത്. എല്ലാ നദികളും ഒഴുകിയെത്തുന്നത് സമുദ്രത്തിലാണ്. അതുകൊണ്ട് സരിതാംപതി, സമുദ്രത്തെ നദികളുടെ ഭർത്താവായിട്ട് പറയുന്നുണ്ട് കവികൾ. അങ്ങനെയുള്ള സമുദ്രം എന്തു ചെയ്തു? ആത്മാനം ദർശയാമാസാച്ച, തന്നെ ശ്രീരാമൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി, അതായത് വന്ന് താണുകേണു പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. തെറ്റാണ് ചെയ്തതെന്നുള്ളത് വരുണന് മനസ്സിലായതുകൊണ്ട് ശ്രീരാമന് അതിനുള്ള അനുമതി, സേതു കെട്ടാനുള്ള അനുമതി വേഗം തന്നെ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് സമുദ്രത്തിൻ്റെ വചനം കേട്ടപ്പോൾ തന്നെ, സമുദ്രവചനാച്ചൈവ, സമുദ്രത്തിൻ്റെ വാക്കുകൾ കേട്ട ഉടനെ തന്നെ നളം സേതും അകാരയത്, നളനെ കൊണ്ട് അണ കെട്ടിച്ചു. അതാണ് നളം സേതും അകാരയത്. രണ്ടും കർമ്മമാണ്, നളനും കർമ്മമാണ്, സേതുവും കർമ്മമാണ്. പക്ഷെ നളനെ കൊണ്ട് ചിറ കെട്ടിച്ചു എന്ന് നമുക്ക് അർത്ഥം പറയേണ്ടി വരും. ഇവിടെ പ്രധാന കർമ്മം ചിറ തന്നെയാണ്. എന്താണ് എന്തിനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് പ്രധാന കർമ്മം. അപ്പോൾ അതുകൊണ്ട് ചിറയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. ചിറ കെട്ടിച്ചു, നളനെ കൊണ്ട് ശ്രീരാമൻ ചിറ കെട്ടിച്ചു എന്നാണ് 81-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. അടുത്തത് 81-ാമത്തെ ശ്ലോകമാണ് ലങ്കയിലെത്തിയിട്ടുള്ള കാര്യമാണ് പറയണത്. തേന ഗത്വാ പുരീം ലങ്കാം ഹത്വാ രാവണമാഹവേ രാമസീതാമനുപ്രാപ്യ പരാം വ്രീഡാമുപാഗമത്.
തേന തേന എന്ന് പറഞ്ഞാൽ ആ സേതുവിൽ കൂടെ, ആ ചിറയിൽ കൂടെ, അതിൻ്റെ മുകളിലൂടെ നടന്നിട്ട് ലങ്കാം പുരിയും, ലങ്കാപുരിയെ പ്രാപിച്ചിട്ട് രാവണം ആഹവേ ഹത്വ, രാവണം ആഹവേ, രാവണം പ്ലസ് ആഹവേ. ആഹവ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം. ആഹവേ സപ്തമി ഏകവചനം. യുദ്ധത്തിൽ എന്ത് ചെയ്തു? രാവണനെ വധിച്ചിട്ട്, ആഹവേ രാവണം ഹത്വ, രാവണനെ വധിച്ചതിന് ശേഷം സീതാമനുപ്രാപ്യ, സീതയെ വീണ്ടെടുത്തിട്ട്, രാവണനെ വധിച്ചാൽ ഉടനെ തന്നെ സീതയെ രാമൻ സ്വന്തമാക്കുകയും ചെയ്തു. എന്നിട്ടും രാമൻ ഒരു ചെറിയ ബുദ്ധിമുട്ട്, അതാണ് രാമ പരാം വ്രീഡാമുപാഗമത്, രാമൻ വളരെ വലിയൊരു ലജ്ജയെ പ്രാപിച്ചു. ഒരു മോശം, രാമൻ്റെ മുഖത്ത് ഒരു ലജ്ജ എന്നുള്ളത് വീരന്മാർക്ക് ചേരണ ഒരു ഭാവമല്ല എന്ന് പറയാറുണ്ട്. എന്നാലും ഒരു ചെറിയ ചളിപ്പെന്നോ ഒരു പോരായ്മ, ഒരു പ്രൗഢിക്കുറവൊക്കെ ശ്രീരാമൻ്റെ മുഖത്ത് പ്രകടമായി. അതെന്തിനായിരുന്നു എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് 82-ാമത്തെ ശ്ലോകം നോക്കാം. താമുവാച തതോ രാമഃ പരുഷം ജനസംസദി ആമൃഷ്യമാണാ സാ സീതാ വിവേശജ്വലനം സതീ. അവിടെ വെച്ചിട്ട് ശ്രീരാമൻ സീതയോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയണത്. തഥാ, അതിനുശേഷം സീതയെ വീണ്ടെടുത്തു. ശ്രീരാമന് അല്പം കാന്തി കുറവ്, മുഖത്തിനൊരു ക്ഷീണം, ഗ്ലാനി വന്നു. ആ സമയത്ത് ശ്രീരാമൻ എന്താ ചെയ്തത്? താം എന്ന് പറഞ്ഞാൽ ആ സീതയോട്, താം പരുഷം വാചം ഉവാച, പരുഷം ഉവാച, ജനസംസദി പരുഷം ഉവാച. സീതയോട് പരുഷമായിട്ട്, ഒട്ടും മൃദുല ഭാഷയിലല്ലാതെ, ലളിതമായിട്ടുള്ള ഭാഷയിലല്ലാതെ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നാണെങ്കിൽ, ജനസംസദി, ജനങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അടുത്തതായിട്ട് രാമൻ എന്താ ചെയ്യാൻ പോണത്? സീതയെ സ്വീകരിക്കുമോ? സീതയോട് എന്തൊക്കെയാ പറയുക എന്നുള്ളതൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ശ്രീരാമൻ ഉറപ്പിച്ച് കടുപ്പിച്ച് ചില വാക്കുകൾ സീതയോട് പറഞ്ഞു. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണെങ്കിൽ, പരദേശത്തേക്ക് പോകേണ്ടി വന്നില്ലേ സീതയ്ക്ക്? അത് സീത തന്നെയല്ല ചെയ്തതെങ്കിലും മറ്റൊരാൾ കാരണമായിട്ട് സീത മറ്റൊരാളുടെ കൊട്ടാരത്തിൽ, രാവണൻ്റെ കൊട്ടാരത്തിൽ കുറച്ചു കാലം താമസിക്കുകയുണ്ടായി. അത് ജനങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. അതിനെ എങ്ങനെ ദൂരീകരിക്കുമെന്നുള്ള ശങ്കയാണ് ശ്രീരാമൻ്റെ മുഖത്ത് കണ്ടത്. അപ്പോൾ ജനങ്ങളെല്ലാവരും നിൽക്കുമ്പോൾ രാമൻ അല്പം പരുഷമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. അത് കേട്ടിട്ട് ആ ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഇപ്രകാരം പരുഷമായ വാക്കുകൾ കേട്ടപ്പോൾ സീതയ്ക്ക് സങ്കടമായി, സീതയ്ക്ക് വിഷമായി. അത് സഹിക്കാൻ പറ്റാത്ത സീത, അമൃഷ്യമാണാ സാ സീത, അത് സഹിക്കാൻ പറ്റാതെ വന്നവളായ ആ സീത, പരുഷമായിട്ടുള്ള വാക്കുകൾ, സീത വിശുദ്ധയല്ല എന്നുള്ള വാക്കുകൾ കേട്ട് മുറിവേൽക്കപ്പെട്ടവളായ സീത എന്തു ചെയ്തു? സതീ ജ്വലനം സതീ വിവേശ, സതീ ജ്വലനം വിവേശ, സതിയായിട്ടുള്ള അത്രയ്ക്ക് പതിവ്രതയായിട്ടുള്ള സീത ജ്വലനം വിവേശ, ജ്വലനം എന്ന് പറഞ്ഞാൽ അഗ്നി, അഗ്നിയെ പ്രാപിച്ചു. അങ്ങനെയാണ്, ഞാൻ കളങ്കിതയാണെങ്കിൽ അഗ്നി തന്നെ എന്നെ എരിയിച്ച് കളഞ്ഞോട്ടെ, കത്തിച്ച് കളഞ്ഞോട്ടെ എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സീത നേരെ അഗ്നിപ്രവേശം നടത്തി എന്നാണ് പറയണത്. അപ്പോൾ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഉണ്ടായ വിഷമം കൊണ്ടാണ് സീത വേഗം തന്നെ അഗ്നിയിലേക്ക് പ്രവേശിച്ചത് എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? 83-ാമത്തെ ശ്ലോകം നോക്കാം. തതോഗ്നിവചനാത് സീതാം ജ്ഞാത്വാ വിഗതകൽമഷാം കർമ്മണാ തേന മഹതാ ത്രൈലോക്യം സചരാചരം. 84-ാമത്തെ ശ്ലോകം. സദേവർഷിഗണം തുഷ്ടം രാഘവസ്യ മഹാത്മനഃ ബഭൗ രാമഃ സംപ്രഹൃഷ്ടഃ പൂജിതഃ സർവദൈവതൈഃ. രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞാലേ അർത്ഥബോധം കിട്ടുള്ളൂ. അങ്ങനെ സീത അഗ്നിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം തഥ അഗ്നിവചനാത്, അഗ്നിയുടെ വാക്കുകൾ, അതായത് അഗ്നിക്ക് സീതയെ ഒന്ന് സ്പർശിക്കാൻ പോലും സാധിച്ചില്ല, അതന്നെയാണ് അഗ്നിയുടെ വാക്കുകൾ. ആ വാക്കുകൾ കേട്ടിട്ട് സീതാം, സീതയെ വിഗതകൽമഷാം ജ്ഞാത്വ, സീതയുടെ ശരീരത്തിൽ ആർക്കും ഒന്ന് സ്പർശിക്കാൻ പോലും സാധിച്ചിട്ടില്ല, സീത കളങ്കിതയല്ല, വിശുദ്ധയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, അതാണ് വിഗത കൽമഷ, കൽമഷങ്ങൾ ദോഷങ്ങളൊന്നും ഇല്ലാത്തവളാണ് സീത എന്ന് മനസ്സിലാക്കി രാമൻ. അങ്ങനെ തേന കർമ്മണ, തേന മഹതാ കർമ്മണ സചരാചരം ത്രൈലോക്യം, ആ മഹത്തായ കർമ്മം കൊണ്ട് ശ്രീരാമനും അതുപോലെ സീതയ്ക്കും എന്നും കൂടി കൂട്ടിച്ചേർത്ത് പറയണം, തൻ്റെ
ആ സ്വത്വത്തെ, തൻ്റെ വിശുദ്ധിയെ സീത ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അത് പ്രഖ്യാതമാക്കി. താൻ വിശുദ്ധയാണെന്നുള്ളത് എല്ലാവരുടെ മുമ്പിലും കാണിച്ചു കൊടുത്തു. ആ ഒരു പ്രവൃത്തി ലോകം മുഴുവനും അംഗീകരിച്ചു. ത്രൈലോക്യം സചരാചരം, ചരാചരങ്ങളൊക്കെയും അതുപോലെ 3 ലോകങ്ങളുമൊക്കെ ആ പ്രവൃത്തിയെ പ്രശംസിച്ചു. തേന മഹതാകർമ്മണ, അത് മഹത്തായിട്ടുള്ള കർമ്മമാണ് എന്ന് ലോകം മുഴുവനും അതിനെ അംഗീകരിച്ചു. മാത്രമല്ല സദേവർഷിഗണം തുഷ്ടം രാഘവസ്യ മഹാത്മന, ആ മഹത്തായിട്ടുള്ള പ്രവൃത്തി ചെയ്തതുകൊണ്ട് രാമനോടും ദേവതകൾക്കെല്ലാവർക്കും സന്തോഷമായി. മാതൃകാപരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് രാമൻ ചെയ്തത് എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. രാമൻ ചെയ്താലും സീത ചെയ്താലും അത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ളൊരു പ്രവൃത്തിയായിരുന്നു. തൻ്റെ വിശുദ്ധി തെളിയിച്ചു എന്നുള്ളത് എല്ലാവരും അറിയുകയാണ്. സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയിട്ട് ലങ്കാപുരിയിൽ താമസിപ്പിച്ചത്. അങ്ങനെ തനിക്ക് ഒരശുദ്ധിയും വന്നിട്ടില്ല എന്നുള്ളത് സീത എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കുകയും ചെയ്തു. അതൊരു മഹത്തായിട്ടുള്ള കർമ്മമായിരുന്നു. അത് കണ്ടിട്ട് ദേവന്മാരും ഋഷിമാരും ചരാചരം മുഴുവനും രാഘവനോടും സീതയോടും സന്തോഷം പ്രകടിപ്പിച്ചു. അങ്ങനെ രാമൻ വളരെ സന്തുഷ്ടനായി. അത്രയും നേരം മുഖത്ത് ഒരു മ്ലാനത വന്ന് നിറഞ്ഞിരുന്നു രാമൻ്റെ, അതൊക്കെ പോയി എന്നാണ് ഈ വരിയിൽ പറയണത്. സർവദൈവതൈഹി പൂജിത രാമ സംപ്രഹൃഷ്ട ബഭൗ, എല്ലാ ദേവന്മാരാലും ആദരിക്കപ്പെട്ടവനായ ആ രാമൻ അതിനുശേഷം സീതയോട് കൂടി ചേർന്നിരുന്ന് ശോഭിച്ചു എന്നർത്ഥം. അതാണ് ബഭൗ, മുമ്പത്തേക്കാളും ശോഭിച്ചു. എന്നിട്ട് എന്താണ് ചെയ്തത്? അഭിഷിച്യ ചലങ്കായാം രാക്ഷസേന്ദ്രം വിഭീഷണം കൃതകൃത്യസ്തദാ രാമോ വിജ്വര പ്രമുമോദ. അതിനുശേഷം ആ ലങ്കാരാജ്യത്ത് ഇപ്പോൾ അരാജകത്വമല്ലേ, രാവണൻ വധിക്കപ്പെട്ടുല്ലോ. അപ്പോൾ അവിടെ വിഭീഷണനെ രാജാവാക്കി വാഴിച്ചു. അതാണ് ലങ്കായാം രാക്ഷസേന്ദ്രം വിഭീഷണം അഭിഷിച്യ, ലങ്കയുടെ രാജാവായിട്ട് ഇപ്പോഴുള്ള രാക്ഷസന്മാരുടെ ശ്രേഷ്ഠനായിട്ടുള്ള വിഭീഷണനെ, വിഭീഷണൻ്റെ പേരിൽ തന്നെയുള്ള രാക്ഷസത്വം, അദ്ദേഹം വളരെ സാത്വികനായിട്ടുള്ള ഒരാളാണ്. എന്നാലും രാക്ഷസകുലത്തിലാണല്ലോ ജനിച്ചതെന്നുള്ളത് കൊണ്ട് വിഭീഷണനെ അവിടെ രാജാവാക്കി വാഴിച്ചു. അഭിഷിച്യ. അതിനുശേഷം കൃതകൃത്യ രാമ വിജ്വര പ്രമുമോദ തഥാ, അപ്പോൾ എല്ലാ പ്രവൃത്തികളും ചെയ്തു കഴിഞ്ഞു. സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണനെ വധിച്ചു. ആദ്യം ലങ്കയിലേക്ക് ചെന്നു, രാവണനെ വധിച്ചു, സീതയെ വീണ്ടെടുത്തു. സീത തൻ്റെ വിശുദ്ധി തെളിയിച്ചു. അതിനുശേഷം ലങ്കാരാജ്യത്തെ രാജാവായിട്ട് വിഭീഷണനെ വാഴിക്കുകയും ചെയ്തു. അങ്ങനെ വേണ്ടത് എന്തൊക്കെയാണോ താൻ ഉദ്ദേശിച്ചത് ആ പ്രവൃത്തികൾ മുഴുവനും ചെയ്തു തീർന്നതിൻ്റെ സന്തോഷത്തോടു കൂടിയിട്ട് കൃതകൃത്യനായിട്ട് എന്തെല്ലാം കൃത്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നുവോ അത് മുഴുവനും ചെയ്തു തീർത്തവനായിട്ടുള്ള രാമൻ. അങ്ങനെയുള്ള രാമൻ എന്ത് സംഭവിച്ചു? വിജ്വര, തൻ്റെ ആ ദുഃഖങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ മ്ലാനതകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം പോയി. പ്രമുമോദ, അത്യന്തം സന്തുഷ്ടനാവുകയും ചെയ്തു രാമൻ എന്നാണ് ഇവിടെ പറയണത്. എന്നിട്ട് എന്ത് ചെയ്തു? ദേവതാഭ്യോ വരം പ്രാപ്യ സമുത്ഥാപ്യ ച വാനരാൻ അയോധ്യാം പ്രസ്ഥിതോ രാമ പുഷ്പകേണ സുഹൃദ്വൃത. ഇവിടെ തൻ്റെ കൂട്ടത്തിൽ വന്ന് തനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത്, വാനരന്മാർക്ക് യാതൊരു ശത്രുതയും രാവണനുമായിട്ടില്ല, പക്ഷെ എന്നാലും ശ്രീരാമൻ്റെ കൂടെ കൂടിയിട്ട് യുദ്ധം ചെയ്ത് മരിച്ചുപോയവരായിട്ടുള്ള വാനരക്കൂട്ടങ്ങളെയൊക്കെ തന്നെ ദേവന്മാരിൽ നിന്നും വരം വാങ്ങിയിട്ട് ജീവിപ്പിച്ചു. അതാണ് ദേവതാഭ്യോ വരം പ്രാപ്യ, ദേവതകളിൽ നിന്ന് വരം സ്വീകരിച്ചിട്ട് വാനരാൻ സമുത്ഥാപ്യച, വാനരന്മാരെ ഉജ്ജീവിപ്പിച്ചിട്ട് എല്ലാവരെയും ജീവനോടെ ആക്കിയിട്ട് എല്ലാവരെയും മരിച്ചു കിടന്നവരെയൊക്കെ എണീപ്പിച്ചു. അതിനുശേഷം രാമൻ എന്ത് ചെയ്തു? പുഷ്പകേണ, പുഷ്പക വിമാനത്തിൽ കയറിയിട്ട്, രാവണനാണ് അത് കൊണ്ട് നടന്നിരുന്നത് ആ പുഷ്പക വിമാനം. ശരിക്കും അത് കുബേരൻ്റെ വിമാനമാണ്. അത് തട്ടിയെടുത്ത് കൊണ്ടുവന്നതാണ്. തൻ്റെ അമ്മ മാറിയ സഹോദരനായിരുന്നുല്ലോ കുബേരൻ. അപ്പോൾ കുബേരൻ്റെ ആ പുരിയൊക്കെ ആക്രമിച്ചിട്ട്, ലങ്കയിലായിരുന്നു കുബേരൻ കുറച്ചു കാലം, അവിടെ നിന്നൊക്കെ ഓടിച്ചു വിട്ടതാണ്. വിമാനവും സ്വന്താക്കിയിരുന്നു. അപ്പോൾ ശ്രീരാമൻ ആ വിമാനത്തിലാണ് തൽക്കാലം അയോധ്യയിലേക്ക് പോകാൻ പുറപ്പെടുന്നത്. ഈ സമുദ്രമൊക്കെ കടന്ന് പിന്നെയും നടന്നു പോകാമെന്ന് വെച്ചാൽ അതിന് കുറേ താമസം ഉണ്ടല്ലോ. തൽക്കാലം ഈ വിമാനമുള്ളത് കൊണ്ട് അതിൽ നേരെ കയറി അയോധ്യയിലേക്ക് പോകാനാണ് പദ്ധതിയിട്ടത്. അതിനുശേഷം ആ വിമാനത്തെ കുബേരൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കണമുണ്ട്.
അപ്പോൾ ആ വിമാനത്തിൽ കയറിയിട്ട് സുഹൃദ് വ്രത സുഹൃത്തുക്കളോടൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് അയോധ്യാം പ്രസ്ഥിത അയോധ്യയിലേക്ക് പുറപ്പെടുകയും ചെയ്തു എന്നിങ്ങനെയുള്ള ആ ഒരു കഥ. യുദ്ധകാന്ഡം കഴിയാറായി. ഇത്രയും വർണ്ണിച്ചതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തതസുഗ്രീവസഹിതോ ഗത്വാ തീരം മഹോദധേഃ സമുദ്രം ക്ഷോഭയാമാസ ശരൈരാദിത്യസന്നിഭൈഃ ദർശയാമാസ ചാത്മാനം സമുദ്രസരിതാം പതി സമുദ്രവചനാച്ചൈവ നളം സേതുമകാരയത് തേന ഗത്വാ പുരീം ലങ്കാം ഹത്വാ രാവണമാഹവേ രാമസീതാമനുപ്രാപ്യ പരാം വ്രീഡാമുപാഗമത് താമുവാച തതോ രാമഃ പരുഷം ജനസംസദി അമൃഷ്യമാണാ സാ സീതാ വിവേശജ്വലനം സതി തതോഗ്നിവചനാത് സീതാം ജ്ഞാത്വാ വിഗതകൽമഷാം കർമ്മണാ തേന മഹതാ ത്രൈലോക്യം സചരാചരം സദേവർഷിഗണം തുഷ്ടം രാഘവസ്യ മഹാത്മന ബഭൗ രാമ സംപ്രഹൃഷ്ടഃ പൂജിതഃ സർവദൈവതൈഃ അഭിഷിച്യ ച ലങ്കായാം രാക്ഷസേന്ദ്രം വിഭീഷണം കൃതകൃത്യസ്തദാ രാമോ വിജ്വരഃ പ്രമമോദഃ ദേവതാഭ്യോ വരം പ്രാപ്യ സമുത്ഥാപ്യ ച വാനരാൻ അയോധ്യാം പ്രസ്ഥിതോ രാമ പുഷ്പകേണ സുഹൃദ്വൃത. അങ്ങനെ അയോധ്യയിലേക്ക് ശ്രീരാമൻ തിരിച്ചു പോരുകയും ചെയ്തു. അടുത്ത ഒരു ദിവസത്തെ ശ്ലോകം കൊണ്ട് ഈ ഒരു സർഗം തീരാൻ പോവുകയാണ്. അതിനുശേഷമാണ് ബാക്കി കഥകളൊക്കെ നാരദൻ പറഞ്ഞത് കേട്ടിട്ട് വാൽമീകി തമസാ നദിയുടെ തീരത്തേക്ക് പോണ കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്നത്. ഇന്നത്തെ ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.